രക്തം ഒഴുകുന്ന ജീവനാണ്. ഒരാൾക്ക് മറ്റൊരാൾക്ക് നൽകാനാവുന്ന ഏറ്റവും വലിയ സമ്മാനവും ഈ ജീവൻ തന്നെയാണ്. ലോകാരോഗ്യ സംഘടന 2005 മുതൽ ആഹ്വാനം ചെയ്ത ഒരു ദിവസമാണ് ലോക രക്തദാന ദിനം. ജൂൺ 14 വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്നൊരു കോൺസെപ്റ്റ് ലോകത്തെ എല്ലാവർക്കും അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ 2024 വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ തീം ഇത് തന്നെയാണ്. 20 years of celebrating giving. താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ്. നമ്മൾ എപ്പോഴാണോ രക്തം ആവശ്യം വരുന്നത് അപ്പം മാത്രമാണ് പലവരും രക്തം ഡൊണേറ്റ് ചെയ്യാൻ ബ്ലഡ് ബാങ്കുകളിലോട്ടോ ബ്ലഡ് സെന്ററുകളിലോട്ടോ എത്തുന്നത്. പക്ഷേ ഇതിനുപരി ഒരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ കൾച്ചർ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ആരാണ് വോളണ്ടറി ബ്ലഡ് ഡോണർ? 18 വയസ്സും ഏകദേശം 55-60 വയസ്സ് അതിനുള്ളിൽ പ്രായമുള്ള ആരോഗ്യവാനായ ഒരു 45 kg അല്ലെങ്കിൽ 50 kg ഉള്ള ഒരു ആരോഗ്യവാനായുള്ള മനുഷ്യർ, അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5 മുകളിലായിരിക്കണം എന്ന് മാത്രം. ബ്ലഡ് ഡൊണേഷൻ കാരണം ഒരു തരത്തിലുമുള്ള ദോഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. പകരം നമ്മുടെ ബ്ലഡ് റിഫ്രഷ് ചെയ്യുന്നതും എവറി 3 months ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏകദേശം 5 ലിറ്റർ ബ്ലഡിൽ നിന്ന് ഒരു 350 കൂടിപ്പോയാൽ 450 ml ഇത്ര രക്തം മാത്രമാണ് ശേഖരിക്കപ്പെടുന്നത്. സോ ഈ ഒരു എമൗണ്ട് റീപ്ലനിഷ് ആവാൻ തന്നെ ഒരു 3 months ടൈം അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 20 years ഓഫ് ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ആചരിക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ എക്സ്റ്റേണൽ ബ്ലഡ് ഫോറംസ്, എല്ലാ സന്നദ്ധ സംഘടനകളോടും WHO പറയുന്നത് പോലെ തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ഡേ ആചരിക്കട്ടെ. അതുകൂടാതെ നമ്മുടെ സ്വന്തം ആസ്റ്റർ വോളണ്ടിയേഴ്സ് പോരാതെ അതിൻ്റെ കൂടെ സ്റ്റുഡൻസ് യൂണിയൻ, സ്റ്റുഡൻസ് ബ്ലഡ് ഫോറംസ് ഉണ്ട്. അപ്പോൾ ഇവർക്കും എല്ലാവിധ നന്ദിയും ആശംസകളും റെസ്പെക്റ്റും നൽകുന്നു ഈ ഒരു അവസരത്തിൽ. താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ്.